ബംഗ്ലാദേശിനെ നയിക്കാൻ സിയ കുടുംബത്തിന്റെ പുതിയ മുഖം താരിഖ് റഹ്മാൻ. ഒരു രാഷ്ട്രീയ മടങ്ങിവരവിന്റെ ചരിത്രമാണിത്. മാതാപിതാക്കളായ സിയാഉർ റഹ്മാനും ഖാലിദ സിയയും ബംഗ്ലാദേശിന്റെ ഭരണാധികാരികളായിരുന്നത് താരിഖ് റഹ്മാന്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് വഴിവെച്ചു. എന്നാൽ ആ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. 1965 നവംബർ 20 ധാക്കയിലാണ് താരിഖ് റഹ്മാൻ ജനിച്ചത്. 1971 വിമോചന സമരത്തിന് സാക്ഷിയായ അദ്ദേഹം കുട്ടിക്കാലത്ത് മാതാവിനൊപ്പം തടവിൽ കഴിഞ്ഞിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായുള്ള രാഷ്ട്രീയ ശത്രുതയിൽ അമ്മ ഖാലിദ സിയെ ജയിലിലടച്ച കാലത്താണ് റഹ്മാൻ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് എത്തുന്നത്. രാജ്യത്തെ ഏറ്റവും ശക്തരായ രാജവംശങ്ങളിലൊന്നിന്റെ അനന്തരാവകാശി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട താരിഖ് റഹ്മാനെ ഡാർക്ക് പ്രിൻസ് എന്നും വിളിച്ചു. 2004 ഗ്രനേഡ് ആക്രമണ കേസിൽ ശിക്ഷിക്കപ്പെട്ടെങ്കിലും പിന്നീട് കുറ്റവിമുക്തനായി. രാഷ്ട്രീയ ദുർവിനിയോഗം, അഴിമതി, കലാപം എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് താരിഖ് റഹ്മാനെതിരെ കേസുകൾ വന്നു. 2009 ഹസീന അധികാരത്തിലെത്തിയപ്പോൾ പ്രതിപക്ഷത്തായിരുന്ന BNP വലിയ അടിച്ചമർത്തലുകൾ നേരിട്ടു. BNP നേതാക്കളെ ജയിലിലടച്ചു. ഇതിനിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട താരിഖ് റഹ്മാൻ 18 മാസത്തെ കസ്റ്റഡിക്ക് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു. 2008 സെപ്റ്റംബറിൽ UK-യിലേക്കുള്ള നാടുവിടൽ, പിന്നീട് 17 വർഷക്കാലത്തെ പ്രവാസ ജീവിതം. അതിനുശേഷം കഴിഞ്ഞ വർഷമാണ് ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ആ മടങ്ങിവരവ് വലിയൊരു നിയോഗത്തിലേക്ക് കൂടിയായിരുന്നു. 2024 ബംഗ്ലാദേശ് കലാപത്തിന് പിന്നാലെ അവാമി ലീഗിനെ രാജ്യത്ത് നിരോധിച്ചു. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു താരിഖിന്റെ തിരിച്ചുവരവ്. മടങ്ങിയെത്തിയ താരിഖ് പോയ കാലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു. പ്രായോഗികവും പരിഷ്കരണാധിഷ്ഠിതവുമായ ഒരു നേതാവായി അദ്ദേഹം മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രചാരണ വേളയിലുടനീളം പ്രകോപനപരമായ പ്രസംഗങ്ങൾ ഒഴിവാക്കി. അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിച്ചു. നിരവധി ഭരണപരിഷ്കാര നടപടികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. താരിഖ് റഹ്മാനെ സംബന്ധിച്ച് ബംഗ്ലാദേശിന്റെ തകർന്നുപോയ സമ്പദ് വ്യവസ്ഥ വീണ്ടെടുക്കുക എന്നതാണ് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഇന്ത്യയും ബംഗ്ലാദേശുമായുള്ള ബന്ധം വളരെ മോശമായ അവസ്ഥയിലാണ് താരിഖ് അധികാരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ താരിഖിന്റെ ഓരോ നീക്കങ്ങളും ഇന്ത്യയും നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയുമായി 4000 കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്നതാണ് ബംഗ്ലാദേശ്. സുരക്ഷാ, വ്യാപാര മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം അനിവാര്യമായതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയം ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റവും ഉയരുന്ന ഇന്ത്യാവിരുദ്ധ വികാരവും വെല്ലുവിളി ഉയർത്തും എന്നതിൽ സംശയമില്ല. ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങളും ഇന്ത്യ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്.